പോസ്റ്റ്. അതെ അതെ, സത്യം എടുത്തി പറഞ്ഞത്. നാളെ സ്റ്റണ്ടാ. ഇന്നത്തെ ലവ് സീൻ കലക്കി. യമുന വൈകുന്നേരം ചെല്ലാൻ പറഞ്ഞിട്ടുണ്ട്. യമുനാറാണിക്ക് ഇപ്പൊ നമ്മളില്ലാതെ വയ്യതായിരിക്കും. നമുക്കും അങ്ങനെയാണല്ലോ. അച്ഛാ, യമുനാറാണി പറയാണ്. അച്ഛാ, അമ്മാവാ അമ്മവാ, അച്ഛാ, 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 നമ്മുടെ അച്ഛൻ പോയടാ. ദൈവമേ, ഞാനിത് എങ്ങനെ സഹിക്കും? അറിയിക്കേണ്ടവരൊക്കെ അറിയിക്കേട്ടാ എന്റെ അച്ഛാ. മടിയായില്ല. ഇല്ല, അച്ഛൻ ചത്തിട്ടില്ല മക്കളെ. പക്ഷേ ചത്തതിനൊക്കുമേ ജീവിച്ചിരിക്കുന്നുള്ള അവസ്ഥയായി. ഇതാ എന്താ സിനിമാ നടന്മാർക്കൊന്നും നാവില്ലേ? ഫോൺ ബില്ല് എഴുതി വന്നിരിക്കുക. ചെറിയ തുകയുള്ളൂ, 24,639 റുപ്യ. 24,639 രൂപയെന്ന്. 24,639 രൂപയെന്ന്. ഒയറില്ലാത്ത മൊബൈലിന് ഇത്രയും രൂപയോ? ഇന്നോ നേരിട്ട് കണ്ട് പറയേണ്ടതും ഒരു കാർഡിൽ എഴുതി ഇടേണ്ടതും ഒക്കെ എല്ലാവരും ഫോണിലല്ലേ വെച്ച് താങ്ങിയത്. ഹോ, എന്തൊരു അത്യാവശ്യമായിരുന്നു ഫോണിന്. കൊണ്ടുപോയി അടയ്ക്ക്. ഞമ്മളോടാ കളി. ഹൈദ്രോസ്, ആഹാ, 3 ബിലീസുകളുണ്ടല്ലോ ഇവിടെ. മഹിഷി പരമേശ്വരൻ പിള്ള സാറേ. മഹിഷിയല്ല, മുൻഷി. എന്ത് ഹലാക്കെങ്കിലും ആകട്ടെ. ദേ, സാറ് ഞമ്മളോട് ക്ഷമിക്കണം. എന്താടാ ഹമുക്കികളെ ഇടപാട് തീർക്കാണ്ട് മുങ്ങി നടക്കണത്? മൂപ്പരെ TV, ഫ്രിഡ്ജ്, വാഷിംഗ് മെഷീൻ, സോഫ, കസേര എന്ന് വേണ്ട എല്ലാ ലൊട്ടിലൊടുക്കും കൂടി 1,16,000 ഉറുപ്പ്യ ഞമ്മക്ക് കിട്ടാനുള്ളതാ. പിന്നെ പലിശ. ഞമ്മള് കടം കൊടുത്തത് ഇവരുടെ ഉദ്യോഗവും പത്രാസം കണ്ടിട്ടൊന്നുമല്ല. പിന്നെന്താ, നിങ്ങൾ ഒറ്റ ഒരാളെ ഓർത്തിട്ടാ ഞമ്മടെ കായ് തരണണ്ട. എന്നോടൊരു വാക്ക് ചോദിക്കാതെ കൊടുത്ത കടത്തിന് ഞാൻ ബാധ്യസ്ഥനല്ല. അതേ, എത്രയും പെട്ടെന്ന് പണം കൊടുത്ത് ഇടപാടുകാരെ ഇവിടെ നിന്ന് ഒഴിവാക്കണം. വലിയ സിനിമാക്കാരല്ലേ, കാശുണ്ടാവുമല്ലോ. അപ്പുറത്ത് താമസിക്കണ നടിയും നിങ്ങളും തമ്മിൽ ലോഹ്യത്തിലാണെന്ന് ഇവിടെ ഒരു പഹയ സിനിമയിൽ അഭിനയിച്ചു എന്നൊക്കെ ഞമ്മളും കേട്ടല്ലേ. അത് ഞാനാ. ആഹാ, അപ്പൊ പണം കിട്ടിക്കാണുമല്ലേ? എണ്ണി വെക്കി. ഐദ്രസ്ക 1 മാസത്തെ അവധി കൂടെ. ഒന്നും പറയണ്ട. കടം കൊടുത്താ ഇടം കൂടി കൊടുക്കണം എന്നല്ലേ പറയണത്? അങ്ങനെ പറയണണ്ട. ഉണ്ടിക്ക. എന്നാ ഞമ്മടെ കിതാബിൽ അങ്ങനെ പറയണില്ല. കടം തന്നാ മേടിക്കാ ഈ ഹൈദ്രോസിന് അറിയാം. കാതറൂട്ടിയെ ഇങ്ങോട്ട് ഇറങ്ങി പാടാ. ഈ അകത്തേക്ക് എന്നാ ടിവിയും ഫ്രിഡ്ജും കസേരയൊക്കെ എടുത്ത് പുറത്തേക്ക് ഇട്. അയ്യോ, സാധനങ്ങൾ തീർക്കാൻ ഞങ്ങൾ സമ്മതിക്കൂല. നിങ്ങളുടെ സമ്മതം ആരെങ്കിലും ചോദിച്ച ബാടാ കാതറൂട്ടിയെ. അതാണ് ഞമ്മൾ അങ്ങനെ വേണം, അങ്ങനെ വേണം. കാണടി പൂരം, മുനുഷിയുടെയും മക്കളെയും ഒരു ഗതികേടെ. ഞാൻ ആലോചിച്ചിട്ട് ഒരു വഴിയേ കാണുന്നുള്ളൂ. ഫ്രിഡ്ജും ടിവിയും സോഫ സെറ്റും ഒക്കെ ഐദ്രോസ് കൊണ്ടുപോക്കോട്ടെ. ബാക്കി പണം അന്വേഷിച്ചാൽ മതിയല്ലോ. ആ പുതിയ മനസ്സിരിക്കട്ടെ. വീട്ടിൽ നിന്ന് സാധനം പെറുക്കിക്കൊണ്ട് പോകുന്ന നാട്ടുകാർ കണ്ടാലേ ഞങ്ങൾക്ക് അതിന് നാണക്കേട്. നാട്ടുകാർ കണ്ടോട്ടെ എന്ന് വെക്കാം. ആ യമുന കണ്ടാലോ പിന്നെ ജീവിച്ചിരുന്നിട്ട് കാര്യമില്ല. നീ ജീവിച്ചിരിക്കണ്ടേ? നീ ഒന്നും ജീവിച്ചിരിക്കാൻ പാടില്ല. ഞാൻ അന്നേ പറഞ്ഞതാ വലിയ ആഡംബരമൊന്നും വേണ്ടാന്ന്. സമ്മതിക്കത്തില്ല. അവിടെ ഒരു പ്രസ്റ്റീജ് ഷൂസ്. നീ പറഞ്ഞതാണ് അതിന്റെ സത്യം. യമുനാറാണിക്ക് വെള്ളം കുടിക്കാൻ ഫ്രിഡ്ജ് ഇല്ലെങ്കിൽ തൂങ്ങിച്ചാവുന്ന ഭീഷണിപ്പെടുത്തിയവളാ ഇവള്. ഇപ്പൊ അവളുടെ നിൽപ്പ് കണ്ടില്ലേ? അണ്ടി കളഞ്ഞ അണ്ണാന്റെ പോലെ. അമ്മിയിൽ അരച്ചാൽ അഭിമാനക്ഷതം. ഗ്രൈൻഡർ മേടിക്കണം. ജന്മത്തെ നീ നിന്റെ വീട്ടുകാരൻ കണ്ടിട്ടുണ്ടോ ഗ്രൈൻഡർ? ഒക്കെ വാങ്ങി കൂട്ടുന്നവരെ ഉറങ്ങാൻ സമ്മതിച്ചിട്ടുണ്ടോ നീയൊക്കെ? പെണ്ണുങ്ങളായ അങ്ങനെ പലതും പറയും. ആണുങ്ങൾ അത് കേട്ട് തുള്ളാൻ നിൽക്കുന്നതിന് കൊണ്ടുപോയി അടക്കി. നിന്റെ കരണക്കുറ്റി ഉണ്ടല്ലോ, കൊന്നുകളയും ഞാൻ. തടയണ്ട, ഞാൻ കൊല്ലട്ടെ. കൊല്ലാൻ 5 പിള്ളേരുടെ അമ്മയായപ്പോ നിങ്ങൾക്ക് എന്നെ വേണ്ടാന്നായി. കൊല്ലാൻ. നിന്നെ അതെ, നമ്മൾ ഇങ്ങനെ പരസ്പരം കൊല്ലാൻ നിൽക്കണ്ട. ആ കാതർ റൂട്ട് കയറി നമ്മളെ കൊല്ലായിരിക്കാനുള്ള വഴി നോക്ക്. 3 പേര് കൂടെ നോക്കിയാ മതി. എത്രയും വേഗം പണം കൊടുത്ത് അയാളെ പറഞ്ഞു വിടാൻ നോക്ക്. എടി കുരുടി, നിന്റെ ഈ സോഡാക്കുപ്പി കണ്ണടം തല്ലി പൊട്ടിക്കും. ആ ചേട്ടാ, ഐഡിയ പോയി. നമുക്ക് ഇവളമാരുടെ ആഭരണം ഊരി കൊടുക്കാം. തരില്ല. എന്റെ മകനെ
തരില്ല അതെന്താ തരില്ല എന്ന് പറഞ്ഞു ഇല്ല, തരില്ല, ഞാൻ തരില്ല. നീ തരും, നീ തരും. എന്നെ കെട്ടിച്ചു തരില്ല. എന്റെ അമ്മ നെല്ലിച്ചിട്ട് മുതലിച്ചുണ്ടാക്കിയതാ. ഇനി അരിച്ചിട്ട് മുതലിക്കാൻ മതി. എന്നെ വട്ടം ചിറ്റി കളിപ്പിക്കരുത് നീ. ഉരുടി ഇല്ല, ഞാൻ തരില്ല. എന്റെ മുത്തശ്ശി എനിക്ക് തന്ന കല്ലുവളയാ, ഇത് ഞാൻ തരില്ല. അറിയാടി, ഈ കല്ലുവളയുടെ പേരിൽ നിന്റെ മുത്തശ്ശി മുത്തച്ഛനെ ഒരുപാട് വെള്ളം കുടിപ്പിച്ച കഥകളൊക്കെ എനിക്ക് അറിയാടി. ഇനി എന്റെ വംശ പരമ്പരകൾക്ക് അത് ഉണ്ടാകരുതടി. നിന്റെ കല്ല് വെച്ച നുണയേക്കാൾ വലുതല്ലടി നിന്റെ ഈ കല്ലുവള. ഊരടി അങ്ങനെ പോരട്ടെ. അതും കൂടെ എനിക്ക് വേണം. പോലും ഞാൻ തരില്ല. നീ തരും. എന്ത് ചേട്ടാ കാണിക്കാൻ ആൾക്കാർ നിൽക്കണ കണ്ടില്ലേ ചേട്ടാ? നിൽക്കട്ടെ. ശ്ശെ, എന്ത് ചേട്ടാ ഈ ആഹാ, കാണിക്കാൻ? അങ്ങനെ 5 പവന്റെ അരഞ്ഞാണ് ഒട്ടോട്ട് നീ ഞെളിയണ്ട അടി. അയ്യോ എന്റെ അറിഞ്ഞാണ് പോയി. ഓ അവന്റെ തൊലിക്കെട്ടി. കുറച്ച് സ്വർണ്ണുണ്ട്. ഇങ്ങോട്ട് തരി. ഞങ്ങൾ ഇത് പണയം വെക്കാനോ വിൽക്കാനോ പോയ അച്ഛനറിയും. അതുകൊണ്ട് നിങ്ങൾ ഇത് വിറ്റെടുത്തോ. ബാക്കി എത്രയാന്ന് വെച്ചാ പണവും പലിശയും ഞങ്ങൾ അവിടെ എത്തിച്ചോളാം. ഇനി പണത്തിന് ഇങ്ങോട്ട് വരരുത്. സ്വർണം തന്ന കാര്യം ഒരിക്കലും അച്ഛൻ അറിയാനും പാടില്ല. വലിയ അഭിമാനിയാ. ഇത് നിങ്ങൾക്ക് നേരത്തെ ആകാറുന്നില്ലേ? പെണ്ണുങ്ങളുടെ കണ്ണീര് വീണ മുതലാ. കൊണ്ടുപോക്കോ. പോണ വഴിക്ക് ഒരു സൂപ്പർ ഫാസ്റ്റ് നിയന്ത്രണം വിട്ട് വന്നാ പോരെ. ഹൈദ്രോസേ, ഫോണിന്റെ പൈസ അടച്ചില്ലെങ്കിൽ 3 പേരും അകത്താവുന്ന അഡ്വക്കേറ്റ് പറഞ്ഞത്. അകത്താകുവോ? ആ ജയിലിൽ കിടക്കാന്ന് വെക്കാം. പക്ഷെ മുൻമന്ത്രിമാരോടൊപ്പം ഇരുന്ന് ഗോതമ്പുണ്ട കഴിക്കണല്ലോ എന്ന് ഓർക്കുമ്പോ ദൈവമേ, ഞാനും എന്റെ 5 പിള്ളേരും വഴിയാതോരാവോ? എന്നാ തോന്നണേ. ഓ, ഏതോ ഒരു ഹിന്ദി കവി പാടിയതുപോലെ മേരാ മൻ അശാന്ത് ഹേ കൗസു അശാന്ത് ഹേ. ഒരു വഴിയുണ്ട്. യമുനോട് ചോദിച്ചാ പണം കിട്ടും. പണം ഇല്ലെങ്കിൽ യമുനോട് ചോദിക്കാനല്ലേ അമ്മാവൻ പറഞ്ഞത്. അതൊരു കളിയാക്കലാണ്. എന്നാലും നമ്മൾ ചോദിച്ചാ യമുന പണം തരുമെന്നുള്ളത് ഉറപ്പാ. കടവും വിട്ട അമ്മാവന്റെ മുമ്പിൽ തലയുയർത്തി നടക്കുകയും ചെയ്യാം. എന്താ ഐഡിയ ഐഡിയ. നന്ദേട്ടന് ഒറ്റയ്ക്ക് പോയാ മതി. ഒരു നയത്തിനൊക്കെ ചോദിച്ച കിട്ടുന്നു. മനസ്സിലായില്ലേ? ആ കൗസു മുജെ ആലിംഗം കരോ. അങ്ങനെ യമുന റാണിയുമായി തനിച്ച് സംസാരിക്കാൻ ഒരു അവസരമായി. ഭാര്യമാരായ ഇങ്ങനെ വേണം. എന്റെ ഹിന്ദു മാലയും വളയും പോയവരുടെ ദുഃഖം മനസ്സിലാക്കാം. അതൊക്കെ മറ്റുള്ളവർ കാണുന്നതാണ്. നിന്റെ പൊന്നരഞ്ഞാണം ഞാൻ മാത്രമല്ലേ കാണുന്നുള്ളൂ. വീട്ടിൽ ചെല്ലുമ്പോ അരഞ്ഞാണ് എന്തിയെന്ന് ചോദിച്ചാ ഞാൻ എന്ത് പറയും? അരഞ്ഞാണം വരെ കാണത്തക്ക വിധം നീ നടക്കരുത്. എന്താ വീട്ടുകാരെ നിന്റെ അരയെ തപ്പി നോക്കൂ. അതൊക്കെ പോട്ടെ, നമുക്ക് കാര്യത്തിലേക്ക് കിടക്കാം. ഞാൻ ചോദിച്ചാ യമുന റാണി 50,000-മോ 1,00,000-മോ ഒരു മടിയും കൂടെ അതെടുത്ത് തരും. അത് വേണോ? തരുമോ? തരും തരും തരും. ഞാനല്ലേ പറയണേ, തരും. ഞാൻ പോയി ചോദിക്കാം. അത് വേണ്ട. അങ്ങനെ എന്റെ ഭാര്യ ആരുടെ മുമ്പിൽ കൈ നീട്ടുന്നത് എനിക്ക് ഇഷ്ടമല്ല. ഞാൻ തന്നെ പോവാം. എന്നാ അത് മതി. എടി മണ്ടി, യമുനയെ സ്വകാര്യമായിട്ടൊന്ന് കാണാൻ ഞാൻ എത്രയോ കൊതിച്ചതാ. നീയായിട്ടൊരു അവസരം ഉണ്ടാക്കി തന്നല്ലോ, നന്ദി. എന്താ ആലോചിക്കണേ? അല്ല, നിന്നോട് യമുനയ്ക്കുള്ള അറ്റാച്ച്മെന്റ്. ആ ഞങ്ങൾ അങ്ങനെയാ. പിന്നെ ഏട്ടനൊന്നും അറിയരുത്. രാത്രി പോയാ മതി. ദേ യമുനായിട്ട് പണം വാങ്ങി ക്രെഡിറ്റ് നമുക്ക് തന്നെ കിട്ടണം. രണ്ട്. ഇയാൾക്ക് ഉറക്കമില്ലേ? മൂന്ന്. അന്തരാസക്താ. ഹായ്, என்ன சார் இந்த நேரத்துல? कुछ नहीं. யமுனா ராணிக்கு இஷ்டப்பட்ட ஆப்பிள் பசந்த் है ना. Thank you. மணி என்ன தெரியுமா? ഇന്നെടുത്ത പാഠം കാണാതെ പഠിച്ചോ. அது கேட்கவா வந்தீங்க? சொல்லுங்க, வந்த விஷயம் என்ன? என்னமோ மறைக்கிறீங்க. ഒന്നുമില്ല, ഉറക്കം വരുന്നില്ല. യമുന റാണിയായിട്ട് സംസാരിച്ചിരിക്കാലോ ഒന്ന്. இவ்வளவு தானே? I'm also getting bored. வாங்க உட்காரலாம். உங்க வைஃபையும் கூட்டிட்டு வந்திருக்கலாமே. അതൊക്കെ നമുക്കൊരു ശല്യാവില്ലേ? യമുനേ, അയ്യോ, എന്റെ അനിയൻ. അവനെന്തിനാ ഈ നേരത്ത്? ബദ്മാഷ്, ഹുലുകപട്ട.
நீங்க இங்க வந்தது அவங்களுக்கு தெரியாதா? ഇല്ല, ഞാനിപ്പോ ഇവിടെ നിൽക്കുന്നത് അവൻ കണ്ട പ്രശ്ന. அதனால என்ன? വേണ്ട, അവൻ അറിയണ്ട. ഞാൻ ഈ സോഫയുടെ പിന്നിൽ ഒളിച്ചോളാം. അവനെ പെട്ടെന്നൊന്ന് ഒഴിവാക്കിയാ മതി പ്ലീസ്. വായി നോക്കിയാണേ. ഹലോ യമുന റാണി. ஹலோ கோபன் சார், நீங்களும் ஏதாவது gift கொண்டு வந்திருக்கீங்களா? എന്ന് വെച്ചാ വേറെ ആരെങ്കിലും ഇതുപോലെ എന്തെങ്കിലും കൊണ്ടുവന്നാച്ചാ? என்னோட ஒரு ஃபேன் இப்பதான் ஆப்பிள் கொண்டு வந்து கொடுத்திருக்காரு. ഓ യമുന റാണി, ഇതുപോലെ അണ്ടനും അടകൊണ്ടനും കൊണ്ടുവരുന്നു വാങ്ങിക്കരുത്. യമുന റാണി ഒരു ലോല ഹൃദയാണ്. അത് മനസ്സിലാക്കാനുള്ള വിവരം ശ്രീകൃഷ്ണപുരത്താർക്കില്ല. உங்க பெரிய அண்ணன் கொண்டு வந்தா? അവൻ അണ്ണനാ. പൊണ്ണൻ എന്ന് പറയുന്നതാവും ശരി, വെറുതെ ചാപ്പാട്. ചക്കപ്പഴത്തിൽ ഈച്ച പൊതിഞ്ഞ മാതിരി. അവരൊന്നും യമുന റാണി അടുപ്പിക്കരുത്. ஆமா, நீங்க என்ன கொண்டு வந்திருக்கீங்க? യമുന റാണിയുടെ സൗന്ദര്യം ഇതുപോലെ എന്നെന്നും നിലനിർത്താൻ 17ന്റെ സൗന്ദര്യം പൂത്തുലയാൻ ഞങ്ങളുടെ ലേറ്റസ്റ്റ് പ്രോഡക്റ്റ് മേനി മിനുസ കസ്തൂരി. ஆமா, இது என்ன விலை? വിലയോ? ഇതുപോലൊരു ചിരി മതിയല്ലോ. അയ്യോ മതി മതി, ഇപ്പൊ തന്നെ 10 ബോട്ടിലിന്റെ വിലയായി. உங்க சின்ன அண்ணன் வந்துட்டாரு. മറ്റൊരു പൊണ്ണൻ ഉണ്ട കണ്ണൻ. യമുന റാണി ഇനി ഇവിടെ നിന്ന പ്രശ്നമാവും. ஏதாவது சோஃபா பின்னாடி ஒளிஞ்சுக்கோங்க. இந்த சோஃபா. കസ്തൂരി. ഹലോ റാണി. ഹലോ മിസ്റ്റർ കൃഷ്ണകുമാർ. ദാ, താങ്ക്സ്. ഈ നേരത്തെ എന്താ വന്നതെന്നായിരിക്കും. യമുന റാണി ഒന്ന് ഫ്രീ ആയിട്ട് കിട്ടണ്ടേ? ആക്ടിംഗ് ഒന്ന് പ്രാക്ടീസ് ചെയ്യാമെന്ന് കരുതി. ஆமா, நீங்க இங்க வந்தது உங்க மனைவிக்கு தெரிஞ்சா? ഒന്നുമില്ല. உங்க பிரதர்ஸ்? ബ്രദേഴ്സ്, ബെഗേഴ്സ്. കലാഹൃദയമില്ലാത്ത ഇഡിയറ്റ്സ്. ഒരുത്തർ ഹിന്ദി വാദ്യർ, മറ്റൊരുത്തർ മെഡിക്കൽ റപ്പ്. 2 പോത്തന്മാർ ഇപ്പൊ കൂർക്കം വലിച്ചു കിടന്ന് ഉറങ്ങുന്നുണ്ടാവും. உங்க அப்பா? അച്ഛനാ എവിടെ? അയ്യോ വിടല്ലേ. അയ്യേ. ദേ അതെ, ഞാൻ കാറ്റുകൊള്ളായിരുന്നതാ. മുത്തശ്ശന് എന്ത് പറ്റി മുത്തശ്ശ? ഒന്ന് പറയട്ടെ, യമുനാ റാണിയുടെ മാമി സന്താനവല്ലി വരുന്നെന്ന് കേട്ടു. എന്നാ അവരെ ഒന്ന് കണ്ട് ഈ റോസാപ്പൂ ഒന്ന് കൊടുക്കാന്ന് കരുതി ഞാൻ ഈ തൂട് വഴി കേറിയപ്പോഴാ അടിവയറ്റില് ഗുർമൻ പ്രശ്നം ഉണ്ടാക്കിയത്. പിടി വിട്ടുപോയടേ. താരം താരം ആ വീട്ടിൽ നിന്നായിരിക്കും. അച്ഛനും അമ്മയും വരണമെന്തോ. എന്റെ പറക്കോട്ട് ഭഗവതി, കല്ല് വെച്ച വള എവിടെയും ചോദിച്ചാൽ ഞാൻ എന്തൊരു സമാധാനം പറയും. ആ താരം താരം തേരിൽ വന്നിറങ്ങുന്നു തീരം. എന്താ? ആശ്വാസം. കത്ത് എനിക്കല്ല, ഇന്ദുവിനാ. ഇന്ദു, ഇന്ദു എവിടെ ആനന്ദം? അവൾക്കൊരു കത്തുണ്ട്. മോളിക്ക് തെറ്റി എന്റെ കൊണ്ട് തന്നു. ഓ, എന്നാ ഏടത്തിക്കുള്ള കത്ത് എന്റെയിലാ കിട്ടിയിരിക്കണേ. പൊട്ടിച്ചെന്നേ ഉള്ളു, വായിച്ചില്ല കേട്ടോ. രണ്ടും ഒരുപോലത്തെ കത്ത്. നിനക്കൊരു കത്തുണ്ട് എന്തോ. കത്ത് എവിടെ എടുത്തി? രണ്ടാൾക്കും കത്തുണ്ടല്ലോ. കൗസല്യടുത്തിന്റെ വീട്ടിൽ നിന്നാ. നിനക്ക് ആരുടെ കത്താ ഇന്ദു? കാക്ക കരയണ കേട്ടപ്പോഴേ വിചാരിച്ചു ഒന്നീ കത്ത് വരും, അല്ലെങ്കിൽ ആരെങ്കിലും വരുന്നു വരുമെന്ന്. ഇന്നലെ മുതൽ എന്റെ ഇടത്തെ കണ്ണ് തുടിക്കാൻ തുടങ്ങിയതാ. അപ്പോഴേ വിചാരിച്ചതാ ആരുടെങ്കിലും കണ്ണീര് കാണേണ്ടി വരുമെന്ന്. എന്താ ഇന്ദു വിശേഷിച്ച്? ഏടത്തിയുടെ കണ്ണു തുടിച്ച ഏടത്തിയാ കരയേണ്ടത്. ഏടത്തിക്കുണ്ടൊരു കത്ത്, അത് എനിക്കാ കിട്ടിയത്. ദാ വായിച്ചു നോക്ക്. എന്താ ആനന്ദം എഴുതിയിരിക്കുന്നത്? ചേച്ചിയുടെ കത്തിൽ എഴുതിയിരിക്കുന്ന അതേ വാചകം തന്നെ. സഹോദരി, നിങ്ങൾ 3 പേരുടെ ഭർത്താക്കന്മാരിൽ ഒരാളും യമുനയും തമ്മിൽ അവിഹിത ബന്ധമുണ്ട്. ഇന്നോ ഇന്നലെയോ തുടങ്ങിയ ബന്ധമല്ല. ആദ്യമായി അവർ കണ്ണും കരളും കൈമാറിയത് യമുന നിങ്ങളുടെ വീട്ടിൽ അതിഥിയായി വന്ന ദിവസമാണ്. അയാൾ ഇപ്പോൾ യമുനയുടെ മാസ്മര വലയത്തിൽ തീർത്തും അകപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു. പ്രായം മറന്ന ഒരു പ്രണയ കാവ്യം തന്നെ അവർ രചിക്കുകയാണ്. അയാളുടെ തമാശകളും പൊട്ടിച്ചിരികളും കാമുകീഹാരം കൊള്ളിക്കുന്നു. അയാൾക്ക് യമുനയ്ക്ക് അയാളെയോ പിരിയാൻ കഴിയാത്ത വിധം ബന്ധം ദൃഢമായി കഴിഞ്ഞിരിക്കുന്നു.
വൈകാതെ അവർ മദ്രാസിലേക്ക് വിമാനം കയറുമെന്നാണ് സൂചന. ടിക്കറ്റ് വരെ എടുത്തു കഴിഞ്ഞിരിക്കുന്നു. ജാഗ്രത പാലിക്കുക, സൂക്ഷിക്കുക. ഒരഭ്യുദയകാംക്ഷി. മൂന്നാൾക്കും ഒരേ കത്ത്. എന്തായാലും എന്റെ നന്ദേട്ടനാവില്ല. 5 പിള്ളേരെ എന്നെ ഉപേക്ഷിച്ച് നന്ദേട്ടൻ എങ്ങും പോവില്ല. കൃഷ്ണേട്ടനല്ല, അല്പം സിനിമാ ഭ്രാന്തുണ്ടെങ്കിലും ഇങ്ങനത്തെ വീക്ക്നെസ് ഒന്നുമില്ല. ഗോപേട്ടൻ പോവാൻ ഇമ്മിണി പുളിക്കും. യമുനേക്കാൾ ചന്തം എനിക്കുണ്ടെന്ന് ഇന്നലെ രാത്രിയും പറഞ്ഞതാ. ഡാർജിലിംഗ് ഡാർജിലിംഗ് എന്ന് അത്രയും വിളിക്കില്ല. ഇനി നന്ദേട്ടനായിരിക്കുവോ? കൃഷ്ണേട്ടനാവോ? ഗോപേട്ടനാണോ? ആരായിരിക്കും ആ ഒരാൾ? 100 साल पहले मुझे तुमसे प्यार था, मुझे तुमसे प्यार था. അതാണടി അച്ഛന്റെ ആരോഗ്യത്തിന്റെ രഹസ്യം. മനസ്സ് ഹാപ്പി ആയി ഇരുന്നാലേ ദേ ഇതുപോലെ എന്നും മാർക്കണ്ടേനെ പോലെ കഴിയാം. എന്നാ വേഗം ചെല്ലേ, അമ്മ കാത്തിരിക്കുന്നു. കാത്തിരുന്ന് മുഷിയാനുള്ള സമയമൊന്നും ആയില്ലല്ലോ. അരമണിക്കൂറല്ലേ ആയുള്ളൂ. ഈ കൗസുവിന്റെ കാര്യം. വേഗം ചെല്ല്, വല്യച്ഛൻ നിന്ന് കിട്ടും. എന്താടി കാന്താരി വെല്ലുമി ഉണ്ടാക്കി വെച്ചിരിക്കണേ? ഞങ്ങളോട് പറയില്ലാന്ന്. എന്തായാലും വല്യച്ഛന് വല്യമ്മ ഒരു സമ്മാനം വെച്ചിട്ടുണ്ടെന്ന് മനസ്സിലായി. ഓ, ഇന്ന് വരെ ഒരു ഭാര്യയും ഭർത്താവിന് സമ്മാനം കൊടുത്ത ചരിത്രം ഉണ്ടായിട്ടില്ല. സമ്മാനം തരാൻ ഇന്ന് ഞങ്ങളുടെ വെഡിങ് ആനിവേഴ്സറി. അതൊന്നും അല്ലച്ചാ, ഇന്ന് അച്ഛന്റെ ദിവസാ. ഓൾ ദ ബെസ്റ്റ്. ശുക്രിയ. കൗസു, മേരെ സ്വപ്നവും കി റാണി, നീ എനിക്ക് കരുതി വെച്ചിരിക്കുന്ന സമ്മാനം എവിടെ? ഞാൻ നിങ്ങൾക്ക് 5 സമ്മാനം തന്നു. 5 പിള്ളേര്. ഇനി എന്ത് സമ്മാനം തരേണ്ടത്? ക്യാ ഹുവാ കൗസു? നിങ്ങൾ പഴയതെല്ലാം മറന്നു. മറന്നില്ലേ? പഴയതൊക്കെ ഓർത്ത് എന്തിനാ വെറുതെ മനസ്സ് വിഷമിപ്പിക്കണേ കൗസു? പുതിയ പുതിയ കാര്യങ്ങളെ പറ്റി ഓർത്ത് ഹരം കൊള്ളുകയല്ലേ വേണ്ടത്? ഹരം കൊള്ളുക, അങ്ങനൊരു പ്രയോഗം കത്തിലുണ്ടല്ലോ. നിനക്ക് എന്താ പറ്റിയത് കൗസു? വേണ്ട, നിങ്ങൾ പഴയതൊക്കെ മറന്നു. എന്ത് മറന്നു? ട്യൂഷൻ, ഹിന്ദി ട്യൂഷൻ. ഓ, ക്ഷമിക്കണം കൗസു, നിർബന്ധം സഹിക്ക വയ്യാതെ 1-2 ദിവസം. 1-2 ദിവസമോ? എനിക്ക് ഹിന്ദി ട്യൂഷൻ എടുത്തത് നിങ്ങൾക്ക് ഓർമ്മയില്ലല്ലേ? മുझे प्यार करो എന്ന് പറഞ്ഞ് എന്റെ പിന്നാലെ നടന്നതൊക്കെ മറന്നുല്ലേ? ഓർമ്മയുണ്ട്, നല്ല ഓർമ്മയുണ്ട്. അതെ, നിന്റെ ഒപ്പം ട്യൂഷൻ പഠിക്കാൻ വരുമായിരുന്ന തൊട്ടടുത്ത വീട്ടിലൊരു കുട്ടി ഉണ്ടായിരുന്നല്ലോ, ചുരുണ്ട മുടിയായിട്ട്. എന്താ അവളുടെ പേര്? അംബുജം. ആ അംബുജം കിതർ ഹേ കൗസു? ഓ, എന്തൊരു ഓർമ്മ ശക്തിയാ. അപ്പൊ അംബുജത്തിനെ മയക്കായിരുന്നല്ലേ? അവസാനം ഈ പൊട്ടിയാ കിട്ടിയത്. കൗസു, ഞാൻ 5 കുട്ടികളുടെ അമ്മയാണെന്ന് അറിയോ? പക്ഷെ 2 കുട്ടികളുടെ അമ്മയാണെന്ന് തോന്നുന്നു. അല്ല, 5 കുട്ടികളുടെ അമ്മയാണ് ഞാൻ. എനിക്ക് 45 വയസ്സുണ്ട്. കല്യാണി, സുശീല, മല്ലിക, ശശികുട്ടനും പിന്നെ എന്റെ ശങ്കരനും ഒക്കെ ഈ വയറ്റിൽ പറഞ്ഞത്. പക്ഷെ പറയില്ല, ഇനി ഒരു കുട്ടി കൂടി ആവാന്നേ. അപ്പൊ നിങ്ങൾക്ക് ഇനി ഒരു കുട്ടി കൂടെ വേണമെന്നുണ്ടല്ലേ? സത്യം പറയാലോ, ഉണ്ട്. മനസ്സിലായി. നിങ്ങൾക്ക് ഒരു കുട്ടിയും കൂടെ വേണമെന്നുള്ള ആഗ്രഹത്തിന്റെ കാരണം മനസ്സിലായി. ഞാനിനി പ്രസവിക്കില്ല എന്ന് അറിഞ്ഞിട്ട്. അയ്യോ, ഞാനത് മറന്നു. മറക്കും, എല്ലാം മറക്കും. നിങ്ങൾക്കൊരു അച്ഛനാവണമല്ലേ? ആ ഒരാൾ നിങ്ങളാണ്. കൗസു, ആ ടിക്കറ്റ് എവിടെ? ടിക്കറ്റോ? അതെ, ടിക്കറ്റ് എവിടെയെന്ന്. നീ എന്താ ബസ്സിലെ ചക്കറോ? മര്യാദക്ക് ടിക്കറ്റ് എടുക്ക്. ചേടാ, വല്ല വനിതാ കണ്ടക്ടർമാരുടെ പ്രേതങ്ങളെ ബാധിച്ചു? ആ, ബാധിച്ചു. അപ്പൊ ഞാനിന്ന് ബസ്സിൽ യാത്ര ചെയ്തെന്ന് അറിഞ്ഞല്ലേ? ബസ് ടിക്കറ്റ് അല്ല, മറ്റേ ടിക്കറ്റ്. മറ്റേ ടിക്കറ്റോ? ആ, മറ്റേ ടിക്കറ്റ്. അത് നീ എങ്ങനെ അറിഞ്ഞു ആനന്ദം? സോറി ആനന്ദം, നീ അറിയാതെ അങ്ങനെ ഒരു തെറ്റ് പറ്റിപ്പോയി. തെറ്റ് പറ്റിപ്പോയല്ലേ? എനിക്കറിയാം. ആ ഒരാൾ നിങ്ങളാണ് മനുഷ്യ. എടുക്ക്, ഞാനത് കാണട്ടെ. സിനിമ ടിക്കറ്റോ? ഓഹോ, 2 പേര് പരസ്യമായിട്ട് സിനിമയ്ക്ക് പോയല്ലേ? പോയി. എന്താണത് CBI-ക്കാർ ക്വസ്റ്റ്യൻ ചെയ്യുന്ന പോലെ? നിന്റെ ഭാവം കേട്ടാ തോന്നുമ്പോൾ യമുനാറാണിയും കൂട്ടി ഞാൻ സിനിമക്ക് പോയെന്ന്. ഓഫീസിലെ സണ്ണിക്കുട്ടിയും കൊണ്ടാ സിനിമക്ക് പോയത്. ചിരിക്കണ്ട. ആ ഫ്ലൈറ്റ് ടിക്കറ്റ് എവിടെ? ഫ്ലൈറ്റ് ടിക്കറ്റോ? അതെ. അതെനിക്കറിയില്ല, അത് എടുത്തവരുടെ ഉണ്ടാവും. ഓ, നിങ്ങളല്ലല്ലോ ടിക്കറ്റ് എടുത്തത്. പൊയ്ക്കോ. പക്ഷെ ഒരു വാക്ക്. ആനന്ദം, ഞാൻ പോവാ. എന്തൊരു വാക്ക്. നിനക്കെന്താണ് ഭ്രാന്ത് പിടിച്ചോ? അതെ, എനിക്ക് ഭ്രാന്താ. ഞാൻ ഭ്രാന്തിയാ. നിങ്ങളല്ലേ? അതെ, ഞാനാ. നിങ്ങളാണോ? സംശയമില്ല,
ഞാൻ തന്നെയാ. പിന്നെ ഞാനല്ലാതെ മറ്റൊരാളാവോ? എന്ത് പറ്റിയടി നിനക്ക്? പറ്റിയത് എനിക്കല്ല. ആദ്യമായി അവർ കണ്ണും കരലും കൈമാറിയത് യമുന റാണി നിങ്ങളുടെ വീട്ടിൽ അതിഥിയായി വന്ന ദിവസമാണ്. ഇന്ദുമതി, പറ, എപ്പോഴാ കൈമാറിയത്? കൈ മാറിയിട്ടില്ലല്ലോ. നിന്നെ കല്യാണം കഴിക്കുമ്പോഴുള്ള അതേ കൈകൾ തന്നെയാണ് ഇപ്പോഴും. സത്യം. അയാളുടെ തമാശകളും പൊട്ടിച്ചിരികളും കാമുകിയെ ഹരം കൊള്ളിക്കുന്നു. നല്ല തമാശക്കാരനാണല്ലേ? നിങ്ങൾ ഹരം കൊള്ളിക്കുമല്ലേ? അല്ല, അതിപ്പോ വേണ്ട, സത്യം പറ, കൈമാറ്റം നടന്ന എപ്പോഴാ? എന്ത് കൈമാറ്റത്തിന്റെ കാര്യം നീ പറയുന്നേ? ഐ എന്ന് വെച്ചാൽ എന്തോന്നാ? ഞാൻ അല്ല, കണ്ണ്. ഓ, ഈ കണ്ണ്. ഇന്ത് പഠിച്ചു പോയി. ആ, പഠിച്ചു വരുന്നു. കരളിന് എന്താ ഇംഗ്ലീഷ്? ഓ, കരൾ. ഈ ആടിന്റെ കോഴിയുടെ ഒക്കെ. ആട്ടിന് കോഴിക്ക് മാത്രമല്ല, മനുഷ്യന്റെ ഒരു കരളുണ്ട്. ആ കരളിന് എന്താ ഇംഗ്ലീഷ്? ലിവർ. LIVR, ലിവർ. അപ്പൊ നിങ്ങൾ അയ്യും ലിവറും കൈമാറിയല്ലേ? നന്ദേട്ടനല്ല. ഏയ്, കൃഷ്ണേട്ടനും അല്ല. കോപേട്ടനൊട്ടും അല്ല. ഒരു എത്തും പിടിയും കിട്ടുന്നില്ലല്ലോ ആനന്ദം. ഞാൻ പഠിച്ച പണിയൊക്കെ നോക്കി, തറപ്പിച്ചൊന്നും പറയാൻ കഴിയുന്നില്ല. അതെ, എങ്ങനെയൊക്കെ ചോദിച്ചിട്ടും കൃഷ്ണേട്ടനെന്നൊന്നും മനസ്സിലാക്കാൻ കഴിയുന്നില്ല. നമുക്ക് അവിടെ നീക്കങ്ങളൊന്ന് ശ്രദ്ധിച്ചാലോ? ശരിയാ, എന്നെ എന്തെങ്കിലും ഒരു കുളുസ് കിട്ടും.